നിങ്ങൾക്ക് OTT കാണാൻ പറ്റുന്ന നല്ലൊരു നിവിൻ പോളി സിനിമ പറഞ്ഞു തരട്ടെ. സർവ്വമായ. സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സിനിമ തുടങ്ങുന്നതിന് നല്ല ഒരു മനോഹരമായുള്ള ഗ്രാമീണതയൊക്കെ കാണിച്ചാണ്. പ്രവാസികൾക്ക് എന്തായാലും നൊസ്റ്റാൾജിയ അടിക്കും. ഞാനും അങ്ങനെയാണ് സിനിമ കണ്ടിരുന്നത്. അജു വർഗീസ്, നിവിൻ പോളിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് പുതിയ നായികമാരുണ്ട്. രണ്ടാളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥ പോകുന്നത് നിവിൻ പോളിയുടെ ലൈഫിലേക്ക് ഒരു അദൃശ്യ ശക്തി കടന്നു വരുന്നു. പിന്നെ അവർ തമ്മിൽ സൗഹൃദത്തിലാവുന്നു. എങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത്, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ പഴയ സത്യൻ അന്തിക്കാട് സിനിമയിൽ ശ്രീനിവാസൻ, ജയറാം, പിന്നെ അവരെ ഒരു കൂട്ടുകെട്ടിലുള്ള സിനിമ അല്ലേ, ചെറിയൊരു സ്റ്റോറി വെച്ചിട്ട് അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമകൾ, അതേപോലത്തെ ഒരു സിനിമയാണത്. നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. നിവിൻ പോളിനെ എല്ലാവരും പറയില്ല, നിവിൻ പോളി ഒരു തിരിച്ചുവരവ് മകനാണ്, അദ്ദേഹം തിരിച്ചു വന്നു. ഞാൻ ബേസിക്കലി എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോഴുള്ള യൂത്തന്മാരിൽ എല്ലാവരെക്കാട്ടി നന്നായിട്ട് അഭിനയിക്കാനും നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് നല്ല സ്ക്രിപ്റ്റ്, നല്ല സിനിമകൾ കിട്ടായിട്ടാണ്. നല്ല സംവിധായകരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി നടനാണ്. അതുപോലെ തന്നെ അജു വർഗീസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നസെൻറ്റ്, ശ്രീനിയേട്ടൻ, ജയറാം, അങ്ങനത്തെയൊക്കെ ഒരു കൂട്ടുകെട്ട് ഉള്ളതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു നടനായി മാറിക്കഴിഞ്ഞു അജു വർഗീസ് എല്ലാം. രണ്ടാളും നല്ല കോമ്പിനേഷനിൽ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ OTTയിൽ കാണുന്ന സിനിമകളാണ് കൂടുതലും പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് റിലീസായ സിനിമയെ പറ്റി പറയുന്നതെന്ന്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൊബൈലിലൂടെയാണ് കൂടുതലും സിനിമ കാണുന്നത്, റൂമിൽ പോയിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ. അതേപോലെ ഞാൻ കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്ന ഇഷ്ടപ്പെട്ട സിനിമകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുള്ളൂ. ഇത് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മലയാളത്തിലുള്ള നല്ല നമുക്ക് നാടൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുന്ന നല്ലൊരു കൊച്ചു സിനിമയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം.